അച്ഛാ, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഇതൊരു പ്രധാനപ്പെട്ട യാത്രയാ. അതുകൊണ്ടാ ഞാൻ വന്ന് അച്ഛനോട് പറയുന്നേ. ഞാൻ പോകുന്ന വിവരേ ഈ വീട്ടിൽ വേറെ ആർക്കും അറിയില്ല. ഏട്ടത്തിയോട് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. കാരണം ഏട്ടത്തിയോട് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഞാൻ കാണാൻ പോകുന്നത് വേറെ ആരെയല്ല, ശരത്തിനെയാ. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ പദ്ധതികളുണ്ട്. അവനീ വീട്ടിൽ നിന്ന് പൊക്കോളാന്ന് പറയുന്നത്. അങ്ങനൊരു തീരുമാനം അവ എടുത്തിട്ടുണ്ടെങ്കിലേ അത് നല്ലതല്ലേ. ഏട്ടത്തിയെ കാണണമെന്നാ അവൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഇപ്പൊ അവൻ എന്റെ ഏട്ടത്തിയെ കാണണ്ട. മുത്തശ്ശിയുടെ സ്വർണം തിരിച്ചു തരാന്നും അവൻ ഏറ്റിട്ടുണ്ട്. അത് വാങ്ങണം. നല്ല വാക്ക് പറഞ്ഞ് പിരിയണം. ഈ യാത്രയോട് കൂടി നമ്മുടെയൊക്കെ ജീവിതം മാറും അച്ഛാ. അച്ഛൻ മനസ്സുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം. എല്ലാം ഭംഗിയാക്കിയിട്ട് ഞാൻ തിരിച്ചു വരും. നീ ഇതെങ്ങോട്ടാ? അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം. സ്ഥലത്തിന് പേരില്ലേ? എന്റെ അമ്മേ, ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാ. ഫ്രണ്ടിന്റെ പേരും നാളുമൊക്കെ എന്നെ അറിയണോ? അയ്യോ വേണ്ടേ. ഈ വീട്ടിലിപ്പോ ആരോടും ഒന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ദേഷ്യം വരും. അമ്മ ഇങ്ങോട്ട് വന്നേ. എന്തിന് വന്നേ? എന്താ? എനിക്ക് എന്റെ അമ്മയോട് ഒരു ദേഷ്യവും ഇല്ല. മറിച്ച് സ്നേഹം മാത്രമേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അമ്മ സത്യം മുഴുവൻ മനസ്സിലാക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോ ഇപ്പൊ വിശ്വസിച്ചത് മുഴുവനും എന്റെ അമ്മ മാറ്റും. മോളെ, ഒന്നുമില്ലാത്തവരാ നമ്മള്. ഇനി നീ ഒന്ന് രക്ഷപ്പെട്ടിട്ട് വേണം അമ്മയ്ക്കൊന്ന് വിശ്രമിക്കാൻ. നീ കണ്ടില്ലേ ഓരോ തടസ്സങ്ങൾ വരുന്നത്? അത് കാണുമ്പോ മനസ്സ് തകർന്നു പോവാ. എന്റെ മോക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ചേക്ക് മോളെ. നിന്റെ നന്മ മാത്ര ഈ അമ്മയുടെ ലക്ഷ്യം. അതെനിക്ക് അറിയാം അമ്മേ. അമ്മ കണ്ടോ, അധികം വൈകാതെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. അത് തീരാനേ നീ മാത്രം മനസ്സ് വെച്ചാ മതി മോളെ. എന്റെ പൊന്നു മുത്തശ്ശി, ഇപ്പോഴെങ്കിലും ആ കാര്യം ഒന്ന് എടുത്തിടല്ലേ. ഞാനൊരു നല്ല കാര്യത്തിന് പോവാ. മൂട് കളയല്ലേ. നീ നിന്റെ അമ്മയെ കെട്ടിപ്പിടിക്കും. നീ എന്താടി എന്നെ കെട്ടിപ്പിടിക്കാത്തത്? പണ്ട് നീ അത് സ്ഥിരം ചെയ്യുമായിരുന്നു. അതിന്റെ ഐശ്വര്യം നിനക്കുണ്ടായിരുന്നു. അത്രേ ഉള്ളോ? ആ പരാതിയെ ഇപ്പൊ തന്നെ തീർത്ത് തന്നേക്കാം. മിടുക്കിയ നീ, നന്നായി വരും. ഏട്ടത്തെയും കൂടെ വേണമായിരുന്നു. സാരമില്ല, വരട്ടെ അമ്മ. പോട്ടെ മുത്തശ്ശി. ആ ശരി. അല്ലേ അമ്മേ? അതെടി, അവക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. വേണ്ട വേണ്ട, സിദ്ധുവിനെ ബഹുമാനിക്കാൻ കഴിയാത്തവര് എന്നെ കാണാൻ എണീക്കണമെന്നില്ല.